Welcome back to myclass.com. So, നമ്മള് നമ്മുടെ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സുകളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ ഐട്രേഷൻ സ്റ്റേറ്റ്മെന്റും സെലക്ഷൻ സ്റ്റേറ്റ്മെന്റും നമ്മൾ നോക്കിയിട്ടുണ്ട്. എല്ലാ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സും കൂടെ വരുന്ന ഒരു വീഡിയോ ഉണ്ട്, അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഇനി അല്ല സെപ്പറേറ്റ് ആയിട്ട് ഓരോരോ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്മെന്റ്സുകളാണ് നോക്കണമെങ്കിൽ അതിൻ്റെ സെപ്പറേറ്റ് വീഡിയോസാണ് ഇപ്പം ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൽ സെലക്ഷനും ഐട്രേഷനും നമ്മൾ ഓൾറെഡി കഴിഞ്ഞു. ഇനി ജംപ് സ്റ്റേറ്റ്മെന്റ്സ് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. നമുക്ക് ജംപ് സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണ് ജാവയിലുള്ള ജംപ് സ്റ്റേറ്റ്മെന്റ് എന്ന് നോക്കാം. മെയിൻലി ബ്രേക്ക്, കണ്ടിന്യൂ, റിട്ടേൺ ആണ് നമ്മുടെ ജാവയിലുള്ള ജംപ് സ്റ്റേറ്റ്മെന്റ്സ്. ബ്രേക്ക്, കണ്ടിന്യൂ ആൻഡ് റിട്ടേൺ. അപ്പൊ ബ്രേക്ക് എന്താ ചെയ്യുന്നതെന്നാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. നമ്മൾ ബ്രേക്ക് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, ഇവിടെ നമ്മൾ സ്വിച്ച് കേസ് പറഞ്ഞപ്പോൾ നമ്മൾ അതിൽ ബ്രേക്ക് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു പർട്ടിക്കുലർ ഒരു സ്പേസിൽ നിന്ന് നമുക്ക് ബ്രേക്ക് ചെയ്ത് പുറത്തു പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത്. സോ ഇറ്റ് ടെർമിനേറ്റ്സ് എ സ്റ്റേറ്റ്മെന്റ് സീക്വൻസ് ഇൻ എ സ്വിച്ച് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ നമുക്ക് അതിന്റെ യൂസേജ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സ്വിച്ചിൽ നമുക്ക് അതിന്റെ ഒരു കേസിൽ നിന്ന് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട്, ആ സ്വിച്ചിന്റെ ആ ഒരു കണ്ടീഷൻ ഒക്കെ ആണെങ്കിൽ ആ കേസിൽ നിന്ന് പിന്നെ പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ബ്രേക്ക് യൂസ് ചെയ്യാം. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു എക്സിറ്റ് എ ലൂപ്പ്. ഒരു ലൂപ്പ് ഉണ്ടെങ്കിൽ ആ ലൂപ്പിൽ നിന്ന് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ലൂപ്പ് ചെയ്യണ്ട എങ്ങനെയുള്ള ഒരു കണ്ടീഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ബ്രേക്ക് യൂസ് ചെയ്യാം. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ സിവിലൈസ്ഡ് ഫോം ഓഫ് ഗോ ടു. ഒരു ഗോ ടുയുടെ വേറൊരു സ്റ്റൈൽ പോലെ നമുക്ക് എന്ത് ചെയ്യാം, ബ്രേക്ക് യൂസ് ചെയ്യാം. അത് നമ്മൾ ആ ബ്രേക്ക് കഴിഞ്ഞാൽ ആ ഒരു ബ്രേസിന്റെ പുറത്തേക്ക് വരും. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോകണം ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ, അല്ലെങ്കിൽ നമുക്ക് അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ബ്രേക്ക് യൂസ് ചെയ്യാം. അപ്പൊ അതില് സ്വിച്ച് കേസ് നമ്മൾ ഓൾറെഡി നോക്കിയിട്ടുണ്ട്. അപ്പം നമ്മൾ ലൂപ്പിൽ എങ്ങനെ ബ്രേക്ക് വരുന്നതാണ് നമ്മളിപ്പോ ഇതിൽ നോക്കുന്നത്. അപ്പൊ അതിൽ നോർമലി ഒരു ഫോർ ലൂപ്പ് 100 ഹൈഡ് വാല്യൂ 100 ആവുന്നവരെ, ദാറ്റ് മീൻസ് 0 to 99 ആവുന്നവരെ 100 ടൈംസ് ആ ഫോർ ലൂപ്പ് വർക്ക് ചെയ്യണം. പക്ഷെ നമ്മൾ അതിനുശേഷം i=10 ആകുമ്പോൾ നമ്മൾ ജസ്റ്റ് ബ്രേക്ക് കൊടുത്തു. അപ്പോൾ നമുക്ക് എന്താണ്ട്, അല്ലെങ്കിൽ i=10 ആവുന്നവരെ നമ്മുടെ ഈ ഒരു ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യും. i=0, i=1, ലൈക്ക് i=9 വരെ, ദാറ്റ് മീൻസ് 10 ടൈംസ്. i=10 ആവുമ്പം അത് പ്രിന്റ് ചെയ്യാനുള്ള ഇതിലേക്ക് പോകുന്നില്ല. വി ആർ എക്സിക്യൂട്ടിംഗ് ദ ബ്രേക്ക് ഹിയർ ആഫ്റ്റർ ദാറ്റ്. അപ്പൊ ഈ ഒരു കണ്ടീഷൻ ഓക്കെ ആണെങ്കിൽ ബ്രേക്ക് എക്സിക്യൂട്ട് ചെയ്യുക. ആ ബ്രേക്ക് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇങ്ങോട്ട് വരും. അഥവാ ഈ എവിടെയാണോ ഏതൊരു ബ്രേസിന്റെ ഉള്ളിലാണോ ഈ ബ്രേക്ക് ഉള്ളത് അതിൽ നിന്ന് പുറത്തേക്ക് വരും. പിന്നെ ലൂപ്പ് കംപ്ലീറ്റ് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതെന്തിനാണ്, ഇത് കറക്റ്റ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതും കൂടെ ഓക്കെ ആയിക്കഴിഞ്ഞാൽ അതും പ്രിന്റ് ചെയ്ത് എക്സിറ്റ് ആവും. ഓക്കെ, അപ്പോൾ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് അങ്ങനെയാണ് ജാവയിൽ വർക്ക് ആവുക. ഇനി ബ്രേക്കിന്റെ അനദർ യൂസേജ് ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇത് നമ്മൾ യൂസിങ് ബ്രേക്ക് ടു എക്സിറ്റ് എ ലൂപ്പ് അല്ലെ. സ്വിച്ചിന്റെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇനി ഗോ ടു പോലെ എങ്ങനെ വർക്ക് ആവുന്നു നോക്കാം. ഗോ ടു പോലെ വർക്ക് ആവുന്നത് നമ്മൾ ബ്രേക്ക് ലേബൽ കൊടുക്കാൻ പറ്റും. ബ്രേക്ക് ലേബൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പ്രോഗ്രാമിന്റെ ഓരോരോ പോർഷൻസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പേര് വിട്ടിട്ട് ലേബൽ ചെയ്യാൻ പറ്റും. അപ്പൊ ആ ലേബലിന്റെ അണ്ടറിലുള്ളതിൽ നിന്ന് ബ്രേക്ക് ചെയ്യാനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ബ്രേക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതൊന്ന് നോക്കാം. ഇതില് വോയിഡ് മെയിനില് നമ്മളൊരു ബൂളിയൻ വെച്ചിട്ടുണ്ട്, അത് ട്രൂ ആക്കി. അതിനുശേഷം ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. അപ്പൊ ഈ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ബ്രേസിന്റെ ഉള്ളിലുള്ളതാണ് ഫസ്റ്റ് ബ്ലോക്ക് മൊത്തം. അതിന്റെ ഉള്ളിൽ തന്നെ ഒരു ചെറിയ പോർഷൻ നമ്മൾ സെക്കൻഡ് ബ്ലോക്ക് ആക്കിയിട്ടുണ്ട്. പിന്നെ തേർഡ് ബ്ലോക്ക് വേറെയുണ്ട്. അപ്പൊ ഈ തേർഡ് ബ്ലോക്ക് എന്ന് പറഞ്ഞ ലാബലിന്റെ എത്ര സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഈ 3 സ്റ്റേറ്റ്മെന്റ് ആണ് അവർക്കുള്ളത്. ഓക്കെ, അപ്പോൾ പിന്നെ അതിന്റെ കൂടെ ഒരു സിസ്റ്റം ഔട്ട് ഡോട്ട് പ്രിന്റൽ വെച്ചിട്ടാണ് സെക്കൻഡ്. പിന്നെ അതിന്റെ പുറത്ത് വേറൊന്നും കൂടെ ഒരു സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റൽ മാത്രമാണ്, അതിനും കൂടെയാണ് ഫസ്റ്റ് ലാബലിലുള്ളത്. നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഈ ലാബിലൊക്കെ ഓപ്പൺ ചെയ്തു. തേർഡ് ലാബലില് സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റൽ ബിഫോർ ദ ബ്രേക്ക്. ഓക്കെ, അപ്പോൾ നമ്മളത് ജസ്റ്റ് നമ്മൾ തേർഡ് ബ്ലോക്കിൽ എത്തിയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ബിഫോർ ദ ബ്രേക്ക്. അപ്പൊ അതെന്തായാലും പ്രിന്റ് ചെയ്യും. അപ്പോൾ നമ്മളിങ്ങനെ ഇവിടെ എക്സിക്യൂട്ട് ചെയ്തു. ഫസ്റ്റ് ലൈനിന്റെ ഉള്ളിൽ കയറി, സെക്കൻഡിന്റെ ഉള്ളിൽ കയറി, തേർഡിന്റെ ഉള്ളിൽ കയറി, ബിഫോർ ദ ബ്രേക്ക് എക്സിക്യൂട്ട് ആവും. ബിഫോർ ദ ബ്രേക്ക് എക്സിക്യൂട്ട് ആയി അത് പ്രിന്റ് ചെയ്യും. അതിനുശേഷം നമ്മൾ പറഞ്ഞു ഇഫ് ടി,
if t എന്ന് പറഞ്ഞാൽ t is a boolean variable. if t means t true ആണോ false ആണോ നോക്കുക. yes, നമ്മൾ ചുമ്മാ അത് true ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ if t break second, ബ്രേക്ക് സെക്കൻഡ് എന്നാ പറയണത്. അഥവാ സെക്കൻഡ് ബ്രേക്ക് ചെയ്ത് പോവാൻ വേണ്ടിയിട്ട് ബ്രേക്ക് ഔട്ട് ഓഫ് ദ സെക്കൻഡ് ബ്ലോക്ക് ആണ് അത് ചെയ്യുക. സെക്കൻഡ് ബ്ലോക്ക് നിന്ന് പുറത്ത് കടക്കും. അഥവാ സെക്കൻഡ് ബ്ലോക്ക് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് എക്സിക്യൂട്ട് ആവുക. അഥവാ സെക്കൻഡ് ബ്ലോക്ക് നിന്ന് പുറത്ത് കിടക്കുക. അപ്പൊ സെക്കൻഡ് ബ്ലോക്കിന്റെ ലാസ്റ്റ് എവിടെയാന്ന് നോക്കുക. അപ്പൊ അതിന് ശേഷമുള്ളതൊന്നും വർക്ക് ആവില്ല. ദിസ് വോണ്ട് ബി എക്സിക്യൂട്ട് പ്രിന്റ് ആവില്ല. ഇതും ദിസ് വോണ്ട് ബി എക്സിക്യൂട്ട് പ്രിന്റ് ആവില്ല. കാരണം എന്താണ്, നമ്മൾ ഇവിടുന്ന് സെക്കൻഡ് ബ്ലോക്കിൽ നിന്ന് പുറത്ത് കടക്കൂ എന്നാണ് പറഞ്ഞത്. അപ്പൊ സെക്കൻഡ് ബ്ലോക്കിന്റെ ലാസ്റ്റിലേക്ക് നമ്മൾ കൺട്രോൾ എത്തും. അതിന് ശേഷമുള്ള സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് വർക്ക് ആവുക. അപ്പൊ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് ദിസ് ഇസ് ആഫ്റ്റർ സെക്കൻഡ് ബ്ലോക്ക്, ദിസ് ഇസ് ആഫ്റ്റർ സെക്കൻഡ് ബ്ലോക്ക് പ്രിന്റ് ആവും. പിന്നെ നോർമൽ ക്ലോസിംഗ് ഓഫ് ദ പ്രോഗ്രാം. ഓക്കെ, അങ്ങനെയാണ് ഗോ ടു ഒരു സിവിലൈസ്ഡ് ഫോം ആയിട്ട് ബ്രേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് കണ്ടിന്യൂ നോക്കാം. കണ്ടിന്യൂല് നമ്മൾ ലൂപ്പിന്റെ ഉള്ളിലാണ് അതിന്റെ വർക്ക് വരുന്നത്. കണ്ടിന്യൂ ചെയ്യാന്ന് ചോദിച്ചാൽ എന്താ കണ്ടിന്യൂ ചെയ്യണം നമുക്ക് നോക്കാം. In while and do while loops, a continuous statement causes control to be transferred directly to the conditional expression that controls the loop. നമ്മളൊരു ലൂപ്പിന്റെ ഉള്ളിൽ, അത് വൈലാണെങ്കിലും ഡു വൈലാണെങ്കിലും അതിന്റെ ഉള്ളിൽ ഒരു കണ്ടിന്യൂ കണ്ടു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് റീഡയറക്റ്റഡ് ടു ദ കണ്ടീഷണൽ എക്സ്പ്രഷൻ. കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ നേരെ പോകും. അതിന്റെ താഴെ എന്തെങ്കിലും ഉണ്ടോ, മൈൻഡ് ചെയ്യില്ല. In a for loop also ആ ഒരു കറക്റ്റ് വർക്കിംഗ് തന്നെ വരുന്നത്. കൺട്രോൾസ് goes first to the iteration portion of the for statement and then to the condition expression. ആ ഒരു ഐട്രേഷനിലേക്ക് പോകും, i++ ചെയ്യും, കണ്ടീഷൻ ചെക്ക് ചെയ്യും, എന്നിട്ട് അടുത്ത ലൂപ്പിന്റെ വർക്കിലേക്ക് പോകും. ആ ഒരു ലൂപ്പിന്റെ ബാക്കിയുള്ളത് കണ്ടിന്യൂ ചെയ്യില്ല, നേരെ ലൂപ്പ് കണ്ടിന്യൂ ചെയ്യാൻ പോകും. For all three loops, any intermediate code is bypassed. അപ്പൊ ഇങ്ങനെയുള്ള ലൂപ്പ് സ്റ്റേറ്റ്മെന്റിൽ ഇന്റർമീഡിയറ്റ് കോഡിനെ ബൈപ്പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത്. അതൊന്ന് നോക്കാം. അപ്പൊ ഇവിടെ നോക്കൂ, ഫോർ ലൂപ്പ് വെച്ചിട്ടാണ്. അത് വൈലാണെങ്കിൽ ഡു വൈലാണെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ, പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. താഴെയാണ് അതിന്റെ i++ ഒക്കെ കൊടുക്കാന്ന് മാത്രമേ ഉള്ളൂ. int i equal to 0, i less than 10, i++, system dot out dot print just i and സ്പേസ് പ്രിന്റ് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ പറഞ്ഞു i%2 0, ദാറ്റ് മീൻസ് i മോഡുലസ് 2 0 ആണെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. 0 ആണെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ അതിന്റെ അർത്ഥം 0 ആണെങ്കിൽ നേരെ ഈ ഇതിലോട്ട് കൺട്രോൾ പോകും, ഇങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ നോർമലി ഒരു കണ്ടിന്യൂ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ തന്നെ താഴേക്ക് കണ്ടിന്യൂ ചെയ്യുന്നുള്ള കൺസെപ്റ്റ് ഇതായി പോകരുത്. എനിക്കൊക്കെ ആ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. അപ്പൊ കണ്ടിന്യൂ എന്ന് പറയുമ്പോൾ താഴേക്ക് കണ്ടിന്യൂ ചെയ്യാനാണ് നമ്മളോട് പറയുന്നത്, ചിന്തിക്കരുത്. ലൂപ്പ് കണ്ടിന്യൂ ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ അതിന്റെ താഴെയുള്ളതൊക്കെ ആക്ച്വലി നമ്മൾ ജമ്പ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പറഞ്ഞിരിക്കുന്നത് i equal to 0, i move to 0 ആണെങ്കിൽ കണ്ടിന്യൂ ചെയ്യൂ, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഒരു സ്പേസ്, എന്താ പറയാ, നെക്സ്റ്റ് ലൈൻ പ്രിന്റ് എല്ലാം കണ്ട നെക്സ്റ്റ് ലൈനിൽ പ്രിന്റ് ചെയ്യുക. ആ നെക്സ്റ്റ് ലൈനിലേക്ക് പോകാനാണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് തോന്നിയ വർക്ക് ചെയ്യണം നോക്കാം. അപ്പൊ നമ്മൾ i equal to 0 ആകുമ്പോൾ 0 പ്രിന്റ് ചെയ്യും, ഒരു സ്പേസ് ഇട്ടു. കണ്ടോ, 0 പ്രിന്റ് ചെയ്യും, ഒരു സ്പേസ് ഇട്ടു. ഇനി 0 മോഡുലസ് 2 0 ആണോ, 0 മോഡുലസ് 2 അല്ലെ, 0 ഡിവൈഡഡ് ബൈ 2 കഴിഞ്ഞാൽ അതിന്റെ റിമൈൻഡർ എന്താണ്, 0 തന്നെയാണ്. അപ്പൊ നമ്മൾ കണ്ടിന്യൂ ചെയ്യും. അപ്പൊ നമ്മൾ അടുത്ത ലൈനിലോട്ട് പോകുന്നില്ല. അടുത്ത ലൈന് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെന്റ് ഇതാണ്. അപ്പൊ നമ്മൾ ഇങ്ങോട്ട് പോകും. പിന്നെ i equal to 1 ആവും. 1 ഇവിടെ പ്രിന്റ് ചെയ്യും. പ്രിന്റ് ചെയ്തിട്ട് 1 മോഡുലസ് 2 1 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത റിമൈൻഡർ 0 അല്ല, 1 ആണ്. അപ്പൊ നേരെ കണ്ടിന്യൂ അല്ല, ഈ സ്റ്റേറ്റ്മെന്റ് വർക്ക് ആവും. അപ്പോഴാണ് നമ്മൾ നെക്സ്റ്റ് ലൈനിലേക്ക് പോകുന്നത്. അപ്പൊ 2 മോഡ് 2 0 ആണ്. അപ്പോ 3ലോട്ട് പോകും. അടുത്ത i equal to 3ലോട്ട് പോകും, അത് പ്രിന്റ് ചെയ്യും, എന്നിട്ടാണ് നെക്സ്റ്റ് ലൈനിലോട്ട് പോകുന്നത്. അങ്ങനെ അത് മൊത്തം എന്ത് ചെയ്യും, വർക്ക് ആവും. 3 4 ആവും, 4 to 5 4 മോഡുലസ് 2 0 ആണ്, 6 മോഡുലസ് 2 2 ആണ്, 8 മോഡുലസ് 2 0 ആണ്. അപ്പോഴൊക്കെ നെക്സ്റ്റ് ലൈനിലോട്ട് പോവില്ല, ബാക്കി ഉണ്ടാവുമ്പോൾ മാത്രം നെക്സ്റ്റ് ലൈനിലോട്ട് പോകും. ഓക്കെ, സോ അതാണ് കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റ്. നെക്സ്റ്റ് നമ്മൾ റിട്ടേൺ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. റിട്ടേണില് നമ്മൾ ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് എക്സ്പ്ലിസിറ്റ്ലി റിട്ടേൺ ഫ്രം എ മെത്തേഡ്. ഒരു മെത്തേഡിന്റെ ഉള്ളിലാണ് നമ്മൾ റിട്ടേൺ യൂസ് ചെയ്യുന്നതെങ്കിൽ റിട്ടേൺ ചെയ്ത് അതിനെ
പുറത്തേക്ക് കിടക്കും, ആ ഒരു ഫംഗ്ഷന്റെ പുറത്തേക്ക് കിടക്കും, ആ ഒരു മെത്തേഡിന്റെ പുറത്തേക്ക് കിടക്കും. ഇറ്റ് കോസസ് പ്രോഗ്രാം കൺട്രോൾ ടു ട്രാൻസ്ഫർ ബാക്ക് ടു ദ കോളർ ഓഫ് ദ മെത്തേഡ്. ആ മെത്തേഡ് ആരാണോ കോൾ ചെയ്തത് അങ്ങോട്ട് നേരെ നമുക്ക് ജമ്പ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ചെയ്തിരിക്കുന്നത് അതിൽ ഒരു വോയിഡ് മെയിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ റിട്ടേൺ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും, അതിന്റെ താഴെയുള്ളൊന്നും വർക്ക് ആവില്ല, നേരെ ബാക്കി ആ ഒരു ഇതിന്റെ എൻഡിലോട്ട് കാര്യങ്ങൾ പോകും. ഇതിന്റെ മെയിൻ മെത്തേഡ് മാത്രമേ ഉള്ളൂ, അതിന് താഴെ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ബിഫോർ ദ റിട്ടേൺ മാത്രമേ ഇവിടെ എന്താവുള്ളൂ, പ്രിന്റ് ആവുള്ളൂ. ദിസ് വോണ്ട് ബി എക്സിക്യൂട്ട്, ദിസ് വോണ്ട് ബി എക്സിക്യൂട്ട്. ഓക്കെ, അത് എക്സിക്യൂട്ട് ആവില്ല. അതാണ് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ബ്രേക്ക്, കണ്ടിന്യൂ ആൻഡ് റിട്ടേൺ, ബ്രേക്ക്, കണ്ടിന്യൂ ആൻഡ് റിട്ടേൺ, അത് മൂന്നുമാണ് നമുക്ക് എന്തുള്ളത് ജാവയിൽ ജംപ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഉള്ളത്. ഓക്കെ, hope all of you clear now. Thank you. We'll see in the next class.